അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് കാലിക്കറ്റ് ടോപ്പ് ഫോമിലാണ്. നിങ്ങൾ ഫുഡിനെ സ്നേഹിക്കുന്ന ഒരാളാണോ? ഞാനും ഫുഡിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് ഒരാൾ ഷെഫോ ആരെങ്കിലും വന്ന് നമ്മളുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ജെന്യുവനായിട്ട് അഭിപ്രായം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കൊന്നു എന്ന് വരും. അതുപോലത്തെ അഭിപ്രായങ്ങളായിരിക്കും ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്നത്. നല്ലതാണെങ്കിൽ നല്ലത് എന്ന് തന്നെ പറയുള്ളൂ. പലപ്പോഴും നമ്മൾ അവരെ കളിയാക്കാനോ അല്ലെങ്കിൽ ഫുഡ് മോശമാണോ എന്നോ ആയിരിക്കില്ല പറയുന്നത്. അതിൽ എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കാരണം നമ്മൾ തിരിച്ച് ഇവിടെ വരുമോ എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. അത് അവരുടെ നല്ലതിന് വേണ്ടിയാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ കൂടെ വരുന്ന എല്ലാവർക്കും അതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഞാനും വൈഫിൻ്റെ അമ്മയും ഉണ്ട്. ടോപ്പ് ഫോമിലേക്ക് എൻ്റെ രണ്ടാമത്തെ വരവാണ് ഇത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ബിരിയാണി അതുപോലെ എന്തോ ആണ് ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ബട്ടർ നാനും നീൽഗിരി ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. ഇത്തവണ എന്തോ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഇനി ഈ ഒരു ഡിഷിൻ്റെ ആണോ അതോ ഈ ഗ്യാസ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. നിങ്ങൾ ടോപ്പ് ഫോമിൽ പോയിട്ടുള്ളവരാണെങ്കിൽ ഈ ടോപ്പ് ഫോമിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഫുഡിനെ പറ്റി ഒരു കമൻറ്റ് എഴുതിയിടുക. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണ ഫുഡ് ഞാൻ ഒന്നും കൂടെ പോയി ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. എനിക്ക് ലാസ്റ്റ് ടൈം എന്തോ അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. ഫുഡ് ഒരിക്കലും പൈസ നോക്കി ഞാൻ കഴിക്കാറില്ല. പക്ഷേ അത് കസ്റ്റമറിൻ്റെ മനസ്സും വയറും നിറയിക്കുന്ന ഒരു അനുഭവമായിരിക്കണം. ലാസ്റ്റായിട്ട് ഞങ്ങൾ ഒരു ശ്രീലങ്കൻ ഡിഷായ വാട്ടളപ്പം ആണ് ഓർഡർ ചെയ്തത്. അത് എന്തോ ഒരു ജാഗ്രിയിലൊക്കെ ഉണ്ടാക്കുന്നൊരു ഡിഷായിരുന്നു. അതൊരു അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു.